ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ആദ്യം തന്നെ നിങ്ങൾക്ക് സോറി പറയാം. ബിക്കോസ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാംസങ് ഗാലക്സി ഗ്രാൻഡ് പ്രൈമിലാണ്. കുറച്ച് ദിവസം മുമ്പ് ഞാൻ വെറുതെ കുത്തിരി ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം റീൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നോക്കി നോക്കുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റ്. ഒരു മിനിറ്റ്, ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റോ? യെസ്. നിങ്ങളുടെ ഫോണ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 12 നിങ്ങളുടെ ഫോണിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ആൻഡ്രോയിഡ് 13 ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴാണ് നോക്കിയ ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. നോക്കിയ ഇറക്കിയ ആൻഡ്രോയിഡ് 11 ആയതുകൊണ്ട് തന്നെ അധികം ബഗ്ഗൊന്നും ഇല്ലാതെ നല്ല അപ്ഡേറ്റ് ആയിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് ആ ഒരു അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. സോ ഞാനിതും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഏതാണെന്ന് പറഞ്ഞില്ലായിരുന്നു. നിങ്ങൾ സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതാണ് ഫോൺ, നോക്കിയ 6.2 എന്നാണ് ഫോണിൻ്റെ പേര്. അപ്പോൾ ഇത് ഞാൻ 2019 എങ്ങാനെറ്റാന്ന് തോന്നി ഈ ഫോൺ ഇറങ്ങിയത്. അവസാനം 2019 അവസാനം 2020 ഒരു പകുതി ആകുമ്പോൾ ഞാൻ ഈ ഫോൺ വാങ്ങി. എനിക്ക് എൻ്റെ ഏട്ടൻ വാങ്ങി തന്നു ഗൾഫിൽ നിന്ന്. നിങ്ങളാദ്യം കേട്ടിട്ടുണ്ടാവില്ല, കാരണം നോക്കിയ അങ്ങനെ ഫോൺ ഇറക്കുന്നുണ്ടെന്ന് പോലും നിങ്ങൾക്ക് അധികം അറിയത്തില്ല. അപ്പോൾ ഞാൻ ആ 2020 വാങ്ങിയപ്പോൾ, ഫോൺ ഇറങ്ങിയപ്പോൾ തന്നെ ആൻഡ്രോയിഡ് 9 ആയിരുന്നു. ഞാൻ ഫോൺ വാങ്ങിയപ്പോൾ ആൻഡ്രോയിഡ് 10 അപ്ഡേറ്റ് കിട്ടി. അന്ന് തൊട്ട് ഇന്ന് 2022 വരെ 2 കൊല്ലമായി ആൻഡ്രോയിഡ് 10 ആണ്. ഇപ്പോഴാണ് ആൻഡ്രോയിഡ് 11 ഒരു അപ്ഡേറ്റ് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു അപ്ഡേറ്റ് ഞാൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റ് ആദ്യം തന്നെ കിട്ടിയ പാട് ഞാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ MB ഞാൻ നോക്കി. അതിൻ്റെ MB സൈസ് ഇത്രയാണ്, 1.5 GB. അപ്പോൾ ഞാൻ അപ്പം തന്നെ എൻ്റെ സ്റ്റോറേജ് പോയിട്ട് എൻ്റെ നോക്കി നോക്കുമ്പോൾ എൻ്റെ ആകെ ഉള്ളത് 2.5 GB മാത്രമാണ്. ആൻഡ്രോയിഡ് ഫോണാണ്, ആകെ 64 GB ആണ്. ആകെ മൊത്തം സീനാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ സ്പേസൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് കുറേ വാട്സപ്പ് വീഡിയോസും മറ്റ് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തു, ഫോട്ടോസൊക്കെ നോക്കി. എന്നിട്ടൊന്നും അധികം സ്പേസ് ആകുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ആപ്ലിക്കേഷൻസ് അതിൽ വെച്ച് നോക്കിയപ്പോൾ ഇൻസ്റ്റാഗ്രാം അതിൻ്റെ ക്യാഷ് ഉണ്ടല്ലോ, ക്ലിയർ ഡാറ്റ അല്ല, ക്ലിയർ ക്യാഷിൻ്റെ കാര്യം നോക്കി നോക്കുമ്പോൾ അതിൻ്റെ ക്യാഷ് എന്ന് പറയുന്നത് 900 1 GB ഒക്കെ. ഞാൻ ഇതിനു മുമ്പ് നോക്കിയിട്ടുണ്ട്, 1.5 GB ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ക്യാഷ് ക്ലിയർ ചെയ്തു. അങ്ങനെ ഓരോ ആപ്പിൻ്റെയും ക്യാഷ് ഞാൻ ക്ലിയർ. അപ്പോൾ ആ ക്യാഷ് ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് 8 GB തന്നെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. സോ ഒരു ടിപ്പായിട്ട് പറഞ്ഞതാണ്, നിങ്ങളും ചെയ്ത് നോക്കുക. ക്യാഷൊക്കെ ഒരുപാട്, ഇപ്പോൾ ഒരു ഫോണിൻ്റെ അപ്ഡേറ്റ് തന്നെ ഒരുപാട് ഫയൽ സൈസൊക്കെയാണ്. സോ വേണമെങ്കിൽ മാത്രം അപ്ഡേറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ഞാനങ്ങനെ അപ്ഡേറ്റ് ചെയ്തു, ക്ലാഷൊക്കെ ക്ലിയർ ചെയ്തു, അങ്ങനെ സ്റ്റോറേജൊക്കെ ആക്കി വെച്ചു. പിന്നെ അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, പിന്നെ അഥവാ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും സോ ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഈ ഫോണിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ബാക്കപ്പ് ചെയ്ത് വെച്ചു. താങ്ക്സ് ടു ഗൂഗിൾ ഫോട്ടോസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വാട്സപ്പ് ഫോട്ടോസും വീഡിയോസും ഒക്കെ അതിനകത്തേക്ക് ബാക്കപ്പ് ചെയ്യാം. വീഡിയോസ് ഇനി ഫയൽ സൈസ് കൂടുന്നതാണെങ്കിൽ തന്നെ നമ്മുടെ ടെലിഗ്രാം ഉണ്ടല്ലോ, ടെലിഗ്രാമിനകത്ത് നമ്മുടെ എത്ര ഫയൽസ് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഫയൽസ് 2 GB ഫയൽസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2 GB ഒക്കെ ആയി തോന്നുന്നു, നമുക്ക് അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാം. സോ അപ്പോൾ നമുക്ക് സേവ്ഡ് മെസ്സേജിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഫയൽസ് വീഡിയോസൊക്കെ അതിനകത്ത് ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫോണിൽ എന്താ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വേറെ ഫോൺ അതിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആ ഫയൽസ് അതിനകത്ത് തന്നെ ഉണ്ടാവും. സോ ഇതൊരു അനദർ ടിപ്പാണ്. സോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫയൽ സൈസും ആക്കി, അതുപോലെ തന്നെ ബാക്കപ്പ് എല്ലാം ചെയ്ത് വെച്ചു. ഇനി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു ചെറിയൊരു പേടിയുണ്ടല്ലോ, അതായത് അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലോ, ആകെയുള്ളൊരു ഫോണാണ്. ഈ ഫോൺ പോയാൽ പിന്നെ എന്താ പറയുക, ആകെ ഒരു സാംസങ്ങിൻ്റെ ഒരു ഫോണുണ്ട്, ഇതിനകത്ത് എല്ലാം ചെയ്യാൻ തന്നെ ഭയങ്കര പാടാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് യൂട്യൂബിലും സൈറ്റിലൊക്കെ നോക്കി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഒന്നും കിട്ടുന്നില്ല. കാരണം ഇതൊരു റെയർ ഫോണാണ്, നോക്കിയ 6.2. ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ അത് അധികം വാങ്ങിയിട്ടില്ല, കാരണം ആ പ്രൈസിന് അത്ര ഇതല്ല. അവന് ഗൾഫിൽ നിന്ന് വാങ്ങിയപ്പോൾ അത് ഒരു അത്യാവശ്യം നല്ല, ആ സമയത്ത് 10,000 രൂപയിലാണ് വാങ്ങിയത്. അപ്പോൾ 636 പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗണിൻ്റെ. അതുപോലെ തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡും ഉണ്ട്, ഗ്ലാസ് ബാക്കാണ്. ആ ഒരു പ്രൈസിൽ ആ സമയത്ത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി, കുഴപ്പമില്ലാത്ത ഫോണായിട്ട്. അപ്പോൾ വേറെ ഒന്നും എനിക്ക് വാങ്ങാൻ പറ്റിയില്ലായിരുന്നു. സോ എൻ്റെ ഏട്ടാ അതാണ് വാങ്ങിത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഫോണിൻ്റെ അധികം ഡീറ്റെയിൽസ് ഒന്നും യൂട്യൂബിനകത്തും സൈറ്റിനകത്തും കിട്ടിയില്ല, അപ്ഡേഷൻ്റെ പോലും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പിന്നെ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തു. അതോ ഇനി അവിടെ അപ്ഡേറ്റ് കുറച്ച് ടൈം എടുക്കും, അതിൻ്റെ ആ ഒരു റിവ്യൂ വീഡിയോസൊക്കെ കുറച്ച് ടൈം എടുക്കുകയല്ലേ വരുവേ. അപ്പോൾ ഞാൻ കുറച്ച് ടൈം എടുത്ത് കുറേ ദിവസം പിന്നെയും കാത്തു, എന്നിട്ടൊന്നും അതിൻ്റെ വീഡിയോസൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് വെറുതെ ക്രോമിൽ ഇങ്ങനെ സൈറ്റ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ട്, നോക്കിയ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. അതിനകത്തുണ്ട് ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റിൻ്റെ കുറേ സംഭവം. നിർഭാഗ്യവശാൽ ഞാനതങ്ങ് നോക്കി
അതിനകത്താണ് ഫുള്ള് നെഗറ്റീവ്സ്. അതായത് ഈ അപ്ഡേഷൻ ചെയ്തപ്പോൾ എനിക്ക് ചാർജ് കാര്യമൊന്നുമില്ല, അതിൻ്റെ സിഗ്നൽ കാണിക്കുന്നില്ല, എന്നിട്ട് അത് റീസ്റ്റോർ ചെയ്തപ്പോഴാണ് മാറിയതെന്നും പല നെഗറ്റീവ്സും വന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കി. അതായത് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റൊക്കെ ഇപ്പോൾ കിട്ടി, എനിക്കധികം പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഒരു സാധാരണ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് അവിടെ കമൻറ്റ് ചെയ്യുന്നത്, എനിക്ക് വലിയൊരു ഒന്നുമില്ല. അപ്പോൾ ഞാനങ്ങ് പോകും. അപ്പോൾ നല്ല കമൻറ്റുകൾ ഞാനങ്ങനെ കണ്ടില്ല ഈ ഒരു കാരണം കൊണ്ട്. അതിനകത്ത് എന്തായാലും നെഗറ്റീവ്സ് കമൻറ്റേ വരുള്ളൂ. കാരണം ഈ അപ്ഡേറ്റ് ചെയ്തു, എനിക്ക് ഇങ്ങനെയാണ് നല്ലതാണ് വന്നതെന്ന് ആരും അങ്ങനെ സാധാരണ രീതിയിൽ ആരും അങ്ങനെ കമൻറ്റ് ചെയ്യില്ല. സോ അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ കമൻറ്റ് നെഗറ്റീവ് മാത്രമേ വന്നുള്ളൂ. സോ ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിച്ചു ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെ. ഞാനിങ്ങനെ വിചാരിച്ചു ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഞാൻ നോക്കുമ്പോൾ ബബിൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബബിൾ നോട്ടിഫിക്കേഷൻസ് കഴിഞ്ഞാൽ വാട്സപ്പ് നമ്മളിപ്പോൾ എന്തെങ്കിലും മെസ്സേജ് വരുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വർക്കിലാണെങ്കിൽ നമുക്കിങ്ങനെ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് തന്നെ ബബിളായിട്ട് വന്നിട്ട് നമുക്ക് അതിനകത്ത് തന്നെ മെസ്സേജൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി ടാസ്കിങ് ഉണ്ട്. അപ്പോൾ കുറേ ടൈം കുറച്ചുകൂടി ഇതാക്കാൻ പറ്റും. സ്ക്രീൻഷോട്ടിൻ്റെ ഒരു ഓപ്ഷൻ വന്നു. ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് സ്വിച്ച് മുന്നിൽ ഞെക്കി പിടിച്ചിട്ടാണ് സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ പവർ ബട്ടണും ഈ ബട്ടൺസൊക്കെ പ്രശ്നങ്ങളാവും. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ റീസെൻ്റ് ആപ്പ് നിൽക്കുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ സ്ക്രീൻഷോട്ടിൻ്റെ ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ അതൊരു നല്ല ഉപകാരമാണ്. അതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. സ്ക്രീൻ റെക്കോർഡിംഗ് അറിയാം ആൻഡ്രോയിഡ് 10 വരും MIUI, മറ്റ് വേർഷൻസിലുള്ള മറ്റ് സോഫ്റ്റ്വെയർ കൊടുക്കുന്ന MIUI ആയാലും എല്ലാത്തിൻ്റെയും ഈ സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ട്. പക്ഷേ ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. അപ്പോൾ ആൻഡ്രോയിഡ് 10 അതില്ല. ആൻഡ്രോയിഡ് 11 ആയപ്പോഴാണ് ഈ സ്ക്രീൻ റെക്കോർഡിംഗ് കിട്ടിയത്. സോ ഇതൊക്കെ കൊണ്ട് ഞാൻ നെഗറ്റീവ്സും ഉണ്ട്, ബഗ്സും കാര്യങ്ങളൊക്കെ വരുമെന്ന് വിചാരിച്ചു. സോ ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ വിചാരിച്ചു എനിക്കൊരു വീഡിയോ ചെയ്യാമായിരുന്നു. ഇങ്ങനെ പോസിറ്റീവ്സ് ആണ് കുറേ വന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ അതാണ് ഈ വീഡിയോ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും, ടിപ്സ് പോലെ അങ്ങനെ വീഡിയോ ചെയ്യാം. പക്ഷേ ഇതൊരു സ്റ്റോറി രീതിയിൽ പറയുമ്പോഴാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക കാണാനും. പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ അടുത്തുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.